ഹായ് ഫ്രണ്ട്സ്, സലാം മച്ചാന്മാരെ. ജി ടൈഗർ ഫൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ കോഴിക്കൂടിന്ന് പൊളിച്ച് പണിയുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് വിധത്തിൽ രേഖപ്പെടുത്തുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂടിൻ്റെ മേൽഭാഗത്തെ പലകൾ മൊത്തം നമ്മൾ എടുക്കുന്നതാണ്. പിന്നെ ഫ്രണ്ട് സൈഡത്തെയും ബാക്ക് സൈഡത്തെയും പലകൾ എടുക്കും. പിന്നെ അടുത്തടുത്ത പലകൾ പൊളിക്കുന്നതാണ്. പിന്നെ ഈ വാതിൽ ഊരിയെടുത്ത് മാറ്റും. ഇപ്പം നമ്മൾ പലകൾ മേലത്തെയും ഫ്രണ്ട് സൈഡത്തെയും ബാക്ക് സൈഡത്തെയും പലകൾ പൊളിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാട്ടുന്ന ഈ രണ്ട് സൈഡത്തെ പലകൾ നമുക്ക് ഊരിയെടുത്ത് മാറ്റണം. ഇതേപോലെ ഊരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ആ നീളം കൂട്ടുന്നത്. രണ്ടെണ്ണം ഊരിയെടുക്കണം. ഇപ്പോൾ അടിത്തട്ട് പൊളിച്ചാണ്. അടിത്തട്ട് പൊളിച്ചാൽ മാത്രമാണ് മറ്റേത് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. പടിത്തട്ട് പൊളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ കൂടിൻ്റെ നീളം വരുന്നത്. നമ്മൾ 4 പലക എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ 3 പലക കാണാൻ പറ്റുള്ളൂ. ഒരു പലക അതിൻ്റെ ഇടയിൽ കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചത് ഊരി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കമ്പിയാലിരിക്കുന്നു. നമ്മളുടെ 2 കമ്പിയാലുണ്ട്, ഒന്ന് ചെറുതുണ്ട് വലുതുണ്ട്. നമ്മൾ ഈ കമ്പിയാൽ നിവർത്തിയിട്ടാൻ പോവുകയാണ്. ഇപ്പം നിവർത്തിയിട്ട് വെച്ചിട്ടുണ്ട്. നിവർത്തിയിട്ടിട്ട് കറക്റ്റ് മുറിക്കാൻ വേണ്ടിയിട്ടാണ് നിവർത്തി വെച്ചത്. ഇനി നമ്മൾ ഈ 2 പലകയുണ്ട്. ഈ 2 പലകയിലാണ് നമ്മൾ 4 പലക അടിച്ചു വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 4 പലക ഇതിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് സൈഡിൽ കമ്പിയിൽ അടിക്കുന്നുണ്ട്, അതിൻ്റെ ബാക്ക് സൈഡിൽ അടിക്കുന്നുണ്ട്. മേൽഭാഗത്ത് പിന്നെ അടിക്കുന്നത്. മേൽഭാഗത്ത് പലക നിരത്തിയതിന് ശേഷം മാത്രമാണ് മേൽഭാഗം അടിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അടി പലക നിരത്തി വെച്ചിട്ടുണ്ട്. ഈ സെൻറ്റർ ഭാഗത്തും കൊണ്ട് ഇച്ചിരി നിരത്താനുണ്ട്. ഇപ്പോൾ സെൻറ്റർ ഭാഗത്തും നമ്മൾ മുഴുവനായി നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോ കള്ളികളാക്കണം. 3 കള്ളികളാണ് നമ്മൾ ഇതിലാക്കുന്നത്. 1 2 3. ഇത് നമ്മൾ ആ കമ്പി പോലെ വെച്ചിട്ട് ഓരോ കള്ളികളാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ സൈഡിൽ വള്ളിയാണ് കെട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വളഞ്ഞിരിക്കുന്നത്. വള്ളി കെട്ടിയത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ മേലെ കമ്പി പോലെ അടിച്ചു വെച്ചിട്ടുണ്ട്. ആ നേരത്തെ ഒരു വളഞ്ഞ് തിരിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നില്ലേ, അതിപ്പോൾ വള്ളി കെട്ടിയപ്പോൾ തുള്ളി ശരിയായി. തുള്ളി വളഞ്ഞു തരുന്നതൊക്കെ ശരിയായി. ഇപ്പോൾ ഇതിൻ്റെ ഈ സൈഡ് വള്ളി കെട്ടിക്കണം, നിങ്ങൾക്ക് കാണാം. സൈഡ് മേലുഭാഗം വള്ളി കെട്ടിക്കണം കാണാം. 2 വള്ളി കെട്ടിക്കണം. ഇതിൻ്റെ മേലെ നമ്മൾ പ്ലാസ്റ്റിക് അടിക്കുകയാണ്. പ്ലാസ്റ്റിക് ഇപ്പോൾ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതന്നെ കോഴിക്കാട്ടം വീണിട്ട് കമ്പി അലക്കി ഒരു കേടും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് ഇതിന് മേലെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഓരോ കള്ളികളാക്കണം. ഇപ്പോൾ ഒരു കള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരന്മാരെ, നമ്മൾ കൂട് ഷെഡിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ വാതിൽ പണിയാണ് ഇനി അടുത്തതുള്ളൂ. നമുക്കതിൽ വാതിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കൂട്ടുകാരന്മാർ, നമ്മൾ വാതിലിന് കൊളുത്ത് വെച്ചിട്ടുണ്ട്. വാതിലിൻ്റെ കൊളുത്തില്ലേ, നമ്മൾ സൈക്കിളിലൊക്കെ ഉപയോഗിക്കുന്ന 2 സൈഡും ഒരു കൊളുത്തുള്ള വള്ളിയാണ് നമ്മൾ ഈ വാതിലിന് പൂട്ടായിട്ട് വെച്ചിരിക്കുന്നത്. അല്ല, അടയ്ക്കാനുള്ള കൊക്കിയായിട്ട് വെച്ചിരിക്കുന്നത്. രണ്ടും കറക്റ്റായിട്ട് അടയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, സൂപ്പറായിട്ട് അടയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ കൂട്ടുകാരന്മാരെ, ഈ കോഴിക്കോടിൻ്റെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബൈ.